കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ടന്റ് ആണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിന്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. പക്ഷെ രേണു പറയുന്ന കുറെ കാര്യങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് കുറച്ച് ഓവറായിട്ട് എല്ലാത്തിനെയും കുറച്ച് ഓവറായിട്ടാണ് പറയുന്നത്. സുധിച്ചേട്ടന്റെ കാര്യങ്ങളായാലും കിച്ചുവിന്റെ കാര്യങ്ങളായാലും അങ്ങനെ പറഞ്ഞ് കുറെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം കിച്ചു വന്നിട്ട് അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടൊരു കാര്യം പറയുക. അപ്പോൾ കാണുന്ന നമുക്ക് ഉറപ്പായിട്ടും കിച്ചു ഒരു കുട്ടിയാണ്. അപ്പൊ അവൻ വന്ന് പറയുമ്പം രേണുവിനോട് തീർച്ചയായിട്ടും ദേഷ്യം തോന്നും, മനസ്സിലായോ? അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ വരുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതില് ഒന്നുകിൽ ചെയ്യാനുള്ള കാര്യം ഇതൊന്നും മൈൻഡ് ആക്കാതെ ഇപ്പൊ പോകുന്ന പോലെ അങ്ങ് പോവുക. അത് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ കിച്ചുവുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തി ഒന്നുമില്ലെങ്കിൽ സുധിച്ചേട്ടന്റെ ആത്മാവിനെങ്കിലും ഒരു സന്തോഷം കിട്ടും. കിച്ചുവും ഋതപ്പനും ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടൊരു ജീവിതം ആക്കിയെടുക്കാൻ നോക്കുക. അതൊക്കെ രേണുവിന്റെ ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വന്നൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എല്ലാവരും എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് ഓളികൾ, എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞ് ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാ ഇതാണ് കാര്യം, മനസ്സിലായോ? കാരണം എവിടെ നോക്കിയാലും രേണുവാണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുന്നവർക്കും ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നും. അതാണ് അവസ്ഥ. അതുപോലെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണുവിന്റെ വീഡിയോസ് വരുന്നത്. രേണു എവിടെ പോയാലും പുറകെ ക്യാമറയും കൊണ്ട് ആൾക്കാരാണെങ്കിൽ ഓരോരോ ചോദ്യങ്ങളും അതിന് രേണുവിന്റെ വായിൽ നിന്ന് വരുന്ന മറുപടികളും സുധിച്ചേട്ടനെ വെച്ചിട്ട് ആണ് നമ്മൾ രേണുവിനെ കാണുന്നത്. അതുകൊണ്ടാണ് രേണു ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ കയറി റിയാക്ട് ചെയ്യുന്നത്.